reinforced concrete column 300 mm into 400 mm is reinforced with 6 bars of 20 mm diameter equally distributed on the two sides. Determine the ultimate compressive load which the column can take if mu is equal to 100 kN meter and a d dash 40 mm. Use M20 and Fe 415 steel. ഒരു ഷോർട്ട് റീൻഫോഴ്സ്ഡ് കോൺക്രീറ്റിൻ്റെ കോളമാണ് നമുക്ക് തന്നേക്കുന്നത്. 300 ഇൻറ്റു 400 mm സൈസ് തന്നിട്ടുണ്ട്. 6 ബാർസ് യൂസ് ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. 20 mm ഡയമീറ്ററാണ്. അത് ഈക്വലി തന്നെ രണ്ട് സൈഡ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അൾട്ടിമേറ്റ് കംപ്രസീവ് ലോഡ് എന്ന് പറയുന്നത് 100 kN തന്നിട്ടുണ്ട്. ഡി ഡാഷ് 40 mm തന്നിട്ടുണ്ട്. അൾട്ടിമേറ്റ് കംപ്രസീവ് ലോഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പക്ഷേ മൊമെൻറ്റിൻ്റെ വാല്യൂ അവർ തന്നിട്ടുണ്ട്. നമുക്ക് പി യുവിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഡി ഡാഷ് എന്ന് പറയുന്നത് എഫക്റ്റീവ് കവറാണ്. എഫ് സി കെ എന്ന് പറയുന്ന 20 തന്നിട്ടുണ്ട്. എഫ് ഐ എന്ന് പറയുന്ന 415 തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നേക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഗിവൺ ഡേറ്റയിൽ എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് സ്റ്റീലാണ്. ഏരിയ ഓഫ് സ്റ്റീലിൽ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ π/4 ഇൻറ്റു d² ഇൻറ്റു n ആണ് വരുന്ന ഇക്വേഷൻ ബേസ് നോക്കുകയാണെങ്കിൽ π/4 ഇൻറ്റു d² ഇൻറ്റു n ആണ് കോമൺ ഫോർമുല. അപ്പോൾ എന്നും തന്നിട്ടുണ്ട്, ഡയമീറ്ററും തന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഡയറക്റ്റ് തന്നെ നമുക്ക് ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അതിനുശേഷം നമുക്ക് ചാർട്ടിൽ നിന്നാണ് വാല്യൂ എടുക്കേണ്ടത്. അപ്പോൾ ചാർട്ടിലോട്ട് ആവശ്യമുള്ള കുറച്ച് വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ d / d കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ഡാഷ് ക്വസ്റ്റ്യനിൽ 40 തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ ഡിയും തന്നിട്ടുണ്ട്. അപ്പോൾ ചാർട്ടിൽ നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് വാല്യൂ കിട്ടിക്കഴിഞ്ഞു, d'/d. അടുത്തത് mu/FCK/BD² കാൽക്കുലേറ്റ് ചെയ്യാം. കാരണം ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ചാർട്ടിൽ നമുക്കുണ്ട് ഈ mu/FCK/BD²ഉം അതുപോലെ തന്നെ PU/FCK/BD അതുപോലെ P/FCK ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ അവിടെ എടുക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ മൊമെൻറ്റ് തന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ഇക്വേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എമ്മുവിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, എഫ് സിക്ക് തന്നിട്ടുണ്ട്, ബി തന്നിട്ടുണ്ട്, ഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു mu/FCK/BD² വാല്യൂ നമുക്ക് കിട്ടും. നെക്സ്റ്റ് P/FCK കാൽക്കുലേറ്റ് ചെയ്യണം. P/FCK കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പി അറിയത്തില്ല നമുക്ക്. അപ്പോൾ പിയുടെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. പിയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ പ്രോബ്ലത്തിൽ യൂസ് ചെയ്ത ഇക്വേഷൻ തന്നെ യൂസ് ചെയ്താൽ മതി. AC × 100/B × D. AC അറിയാം, 100 B × D. എല്ലാത്തിനും നോൺ വാല്യൂസ് ആണ്. അതുകൊണ്ട് തന്നെ പി നമുക്ക് അവിടെ നിന്ന് കിട്ടും. ആ പി യൂസ് ചെയ്തിട്ട് P/FCക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ദെൻ നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറയുന്നത് PU/FCK/BD ആണ്. ആ PU/FCK/BD കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നേരെ നമുക്ക് ഗ്രാഫിലോട്ട് പോവാം. XP16 ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. XP16ൽ നമ്മൾ ആദ്യം d'/d എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0.1 ആണ്. അപ്പോൾ ഇത് 0.05 ആണ്. അപ്പോൾ ഈ ഗ്രാഫ് അല്ലാന്ന് മനസ്സിലായി. ദെൻ അടുത്ത ഗ്രാഫിലോട്ട് പോവാം. അവിടെ നോക്കുമ്പോൾ d'/d എന്ന് പറയുന്നത് 0.10 തന്നെയാണ് കിടക്കുന്നത്. FI 415 ആണ് കിടക്കുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ ഇപ്പോൾ ഒരു പിയുടെ ഇക്വേഷൻ പറഞ്ഞില്ലേ, അത് ഇവിടെ കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, നമ്മുടെ കോഡ് ബുക്കിൽ തന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തിൻ്റെയൊക്കെ വാല്യൂ ഉണ്ട്? mu/FCK/BD² വാല്യൂ തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0.104 ആണ്. അപ്പോൾ നമ്മുടെ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം ഇത് അടുപ്പിച്ചിട്ടായിരിക്കും നമ്മളിവിടെ എടുക്കേണ്ട വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പം എന്ത് ചെയ്യാം? സ്ട്രെയിറ്റ് ഒരു ലൈൻ വരയ്ക്കാം. ദെൻ P/FCK നോക്കി. ഈ കർവ് എല്ലാം തന്നെ എന്താണ്? P/FCK. ഈ കർവ് എല്ലാം P/FCK ആണ്. അതിൽ നമുക്ക് P/FCK കിട്ടിയേക്കുന്ന 1.57 ആണ്. 1.57 അല്ല, അത് പിയുടെ വാല്യൂ ആണ്. P/FCK 0.078 ആണ് കിട്ടിയേക്കുന്നത്. 0.07 എന്ന് പറയുമ്പോൾ ഇത് 2, 4, 6 ഓക്കെ, 6ൻ്റെ 8ൻ്റെ ഇടയിൽ ആണ് നമുക്ക് ഈ ഒരു വാല്യൂ വരുന്നത്. ജസ്റ്റ് ഈ ഒരു പോർഷനിലോട്ടായിരിക്കും വരുന്നത്. ഏകദേശം നമ്മുടെ ഗ്രാഫ് ഈ ഒരു പോർഷനിലോട്ടാണ് വരുന്നത്. അത് കോയിൻസൈഡ് ചെയ്ത് വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.4 മുകളിലുള്ള ഒരു വാല്യൂ ആണ്. നമുക്കതിൽ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഇൻ്റർപൊലേറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് കറക്റ്റ് വാല്യൂ കിട്ടും. പക്ഷേ ഇൻ്റർപൊലേഷനൊക്കെ സമയം ഒരുപാട് ആവശ്യമാണ്. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം ലാഭിക്കാൻ വേണ്ടി നമുക്ക് ഈ ഗ്രാഫിൽ നിന്ന് ഏകദേശം ഒരു പ്രോപ്പറായിട്ടുള്ള വാല്യൂ എടുക്കാൻ ശ്രമിക്കും. ഞാൻ എടുത്തേക്കുന്നത് 0.421 ആണ്. ദെൻ ആ ഒരു ഇക്വേഷനിൽ നിന്ന് PU/FCK/BD = 0.421 നിന്ന് ഞാൻ PU കാൽക്കുലേറ്റ് ചെയ്യുന്നു. PU കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ആൻസർ 1010 kN ആണ്. ക്വസ്റ്റ്യനിൽ അൾട്ടിമേറ്റ് കംപ്രസീവ് ലോഡെന്ന് തന്നിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് കിട്ടുന്ന PU എടുത്താൽ മതി. ഇനി ആക്സിയൽ ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നമുക്ക് ഈ കിട്ടുന്ന ആൻസറിനെ 1.5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ വേണം നമ്മൾ എഴുതേണ്ടിയിരുന്നത്. പക്ഷേ നമുക്ക് ഇവിടെ ആവശ്യമില്ല. കാരണം
അൾട്ടിമേറ്റ് കംപ്രസീവ് ലോഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്.